കൊച്ചിയിൽ ഡെങ്കിപ്പനി വ്യാപിപ്പിക്കുന്നു. പശ്ചിമ കൊച്ചി മേഖലയിലാണ് രോഗം കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ പനിക്ക് ചികിത്സയ്ക്കെത്തുന്നവരിലും പകുതിയും ഡെങ്കിപ്പനി ബാധിതരാണ്. കൊച്ചി കോർപ്പറേഷന്റെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവതാളത്തിലായിരുന്നു. പശ്ചിമ കൊച്ചി മേഖലയിൽ പല ഡിവിഷനുകളിലും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും പനി ലക്ഷണങ്ങളുമായി എത്തുന്ന പകുതിയോളം പേർക്കും പരിശോധനയിൽ ഡെങ്കി സ്ഥിരീകരിക്കുന്നുണ്ട്. സാധാരണ പനിക്കുള്ള ചികിത്സയാണ് നൽകുന്നത്. സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികളിൽ ഗുരുതര സാഹചര്യമുണ്ടെങ്കിൽ മാത്രം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കോ അയക്കും. അധികം ആളുകൾക്കും ഗുരുതരമല്ലാത്ത വിധമാണ് രോഗം പിടിപെടുന്നത്. ടൈപ്പ് 2 വിഭാഗം വൈറസ് പരത്തുന്ന രോഗമാണ് ഗുരുതരമാകാൻ സാധ്യതയുള്ളത്. മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങളിലൊന്നാണ് ഡെങ്കി. കൊതുകുകളിലൂടെയാണ് രോഗം പടരുന്നത്. ഈഡിസ് ഈജിപ്തി ഇനത്തിലെ കൊതുകുകളാണ് പ്രധാനമായും ഡെങ്കി പരത്തുന്നത്. കൊച്ചി കോർപ്പറേഷന്റെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലാത്തതാണ് പശ്ചിമ കൊച്ചി മേഖലയിലും കൊതുക് പടരാൻ കാരണം. ഫോഗിംഗ് ഉൾപ്പെടെ കൃത്യമായി നടക്കുന്നില്ല. ഫോഗിങ്ങിനും മരുന്ന് തെളിക്കാനും മതിയായ ജീവനക്കാരുമില്ല. പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യുന്ന പനി, തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, പേശികളിലും സന്ധികളിലും വേദന, നെഞ്ചിൽ ചൂടുകുരു പോലെ തടിപ്പുകൾ, തളർച്ച എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ജനം, കൊച്ചി.